ഇവിടെ ദീപാവലി ആയി. നാളെയാണ് ദീപാവലി. നമ്മൾ നാട്ടിൽ ദീപാവലി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഒരു ദിവസത്തെ ലീവ്, സ്കൂളുകൾക്കും ഒക്കെ ഒരു ദിവസത്തെ ലീവ് കിട്ടുന്ന ഒരു ആഘോഷമായിരുന്നു ദീപാവലി എന്നുള്ളത് നമ്മുടെ നാട്ടിൽ. പക്ഷെ ആ ദീപാവലിക്ക് ഒരു ആഘോഷങ്ങളും അങ്ങനെ നാട്ടിൽ ഉള്ളതായിട്ട് ഇപ്പം അല്ല, പണ്ട്. ഇപ്പം അങ്ങനെ ഭയങ്കര ആഘോഷങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അന്ന് ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ദീപാവലിക്ക് അങ്ങനെ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കേട്ടറിവ് മാത്രമേ ഉള്ളൂ. നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് വിളക്കുകളൊക്കെ, വിളക്കുകളുടെ ആഘോഷമാണ്. ലൈറ്റിങ്, വെളിച്ചം, മധുര പലഹാരങ്ങളുടെയൊക്കെ ആഘോഷം ആണ് ദീപാവലി എന്ന് ചെറുപ്പത്തിൽ കേട്ടിട്ടും പിന്നെ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടും ഒക്കെ അങ്ങനെയുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഒന്നും ചെറുപ്പകാലത്ത് വീടുകളിലൊന്നും ദീപാവലിൻ്റെ സംബന്ധിച്ച് യാതൊരു ആഘോഷവും ഉണ്ടാവാറില്ല. സ്കൂളിന് ഒരു ദിവസം ലീവ് കിട്ടും എന്ന് മാത്രം. അപ്പം നമുക്ക് ഒരു ദിവസം ലീവ് എന്നല്ലാണ്ട് അതെന്താണ് ആഘോഷം, അതെന്താണ് അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുമില്ല. പിന്നെ നമ്മൾ നമുക്ക് അതിൻ്റെ ഫോട്ടോസോ ചിത്രങ്ങളോ എപ്പോഴും കാണുമ്പോൾ എന്നല്ലാതെ നമുക്കതിനെക്കുറിച്ച് ഒരു അറിവുണ്ടായിരുന്നില്ല. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ പൂനെയിലേക്ക്, മഹാരാഷ്ട്രയിലേക്ക് വന്നപ്പോഴാണ് ഇവിടുത്തെ ഏറ്റവും വലുത്, നമുക്ക് ഓണം ഉള്ളതുപോലെ ഒരു ആഘോഷമാണ് ഇവിടെ ദീപാവലി എന്ന് പറഞ്ഞാൽ. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ദീപാവലി എന്ന് പറഞ്ഞ ആഘോഷത്തിന് വേണ്ടിയാണ്, ഇവിടെ ദിവാളി എന്നാട്ടോ എല്ലാവരും പറയുന്നത്, ദീപാവലി എന്നാരും പറയാറില്ല, ദിവാളി. അപ്പോൾ അതിനു വേണ്ടിയാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത്. നമ്മളെ ഒരു വർഷത്തെ ഏറ്റവും വലിയ ആഘോഷമാണ് ദിവാളി. ആ ദിവാളി ആകുമ്പോൾ എല്ലാവരും കാത്തു നിൽക്കും. ആ സമയം ആകുമ്പം, ഈ ഒക്ടോബർ നവംബർ മാസത്തിലാണല്ലോ അത് വരുന്നത്. ആ സമയമാകുമ്പം എത്ര പാവപ്പെട്ടവരും, ഇവിടെയുള്ളവർ എത്ര പാവപ്പെട്ടവരായാലും അത് അടിച്ചു പൊളിച്ച് ആഘോഷിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പം കൂലിപ്പണി എടുക്കുന്നവരായാലും, കഷ്ടപ്പെടുന്നവരായാലും, ദാരിദ്ര്യമുള്ളവരായാലും, വലിയ വീടുകളിൽ താമസിക്കുന്ന ആൾക്കാരായാലും, ഒരുപാട് പണക്കാരായാലും, എല്ലാ ആൾക്കാരും പടക്കം പൊട്ടിക്കുക. അതുപോലെ ആ സമയമാകുമ്പോൾ വീട് പെയിൻറ്റ്, ഞാനൊക്കെ അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട്. എല്ലാവരും വീട് പെയിൻറ്റ് ചെയ്യും ആ സമയമാകുമ്പോൾ. എല്ലാ വർഷവും ഒരു ദീപാവലി ടൈം ആകുമ്പോൾ വീട് പെയിൻറ്റ് ചെയ്യും. നമ്മളൊക്കെ വീടുകൾ സാധാരണ 5-6 വർഷം കൂടുമ്പോഴൊക്കെയാണ് വീട് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ആലോചിക്കും, വീട് നാശമായിട്ടുണ്ടോ, മോശമായിട്ടുണ്ടോ, വീടിൻ്റെ ഉൾഭാഗം മാത്രം ചെയ്താൽ മതിയോ, അല്ല പുറത്ത് മാത്രം ചെയ്താൽ മതിയോ, എങ്ങനെയെങ്കിലും ഈ വർഷം കൂടെ അങ്ങോട്ട് പോട്ടെ, അടുത്ത വർഷം ചെയ്യാം, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അവർ വേറെ ആൾക്കാരെ വിളിച്ച് ചെയ്യിപ്പിക്കുന്നതിനൊക്കെ പകരം അവരുടെ വീട്ടിലെ ആൾക്കാർ തന്നെ എല്ലാം കൂടി, സ്ത്രീകളോ അല്ലെങ്കിൽ ഇപ്പോൾ ബന്ധുക്കളായ പുരുഷന്മാരൊക്കെ കൂടി വന്നിട്ട് അവർ വീട് പെയിൻറ്റ് ചെയ്യും എല്ലാ വർഷവും. അതുപോലെ ഇവരുടെയൊക്കെ വീട്ടിൽ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവും. അവർക്ക് കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് പാത്രങ്ങളൊക്കെ ഗിഫ്റ്റായിട്ട് വീട്ടുകാരായിട്ട് കൊടുക്കുന്നതും അല്ലാതെ ബന്ധുക്കളും അവരൊക്കെ ആയിട്ട് കൊടുക്കുന്നതായിട്ടാണ് തോന്നുന്നു. കുറേ പാത്രങ്ങളുണ്ടാവും. അന്നൊക്കെ സ്റ്റീൽ പാത്രങ്ങളായിരുന്നു കുറേ മുമ്പെയൊക്കെ. ഇപ്പോൾ അത് വേറെ വേറെ പല ടൈപ്പ് പാത്രങ്ങളായിരുന്നു തോന്നുന്നു. ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഒരു വലിയൊരു ഷെൽഫിൽ അടുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വരുന്നവരൊക്കെ ഈ മരുമോൾ കൊണ്ടുവന്ന പാത്രമാണെന്ന് ഒരു അഭിമാനത്തോടെ ഇവർ കാണിക്കുന്ന ഒരു ശീലമൊക്കെ ഇവർക്കുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പാത്രങ്ങളെല്ലാം ആ സമയമാകുമ്പോൾ ആ വീട്ടിലുള്ള പാത്രങ്ങൾ മുഴുവൻ എടുത്ത് ഉരച്ച് തേച്ച് വെളുപ്പിച്ച് പിച്ചള പാത്രങ്ങളുണ്ടാവും. നിലവിളക്കിൻ്റെ ഒക്കെ പോലത്തെ പാത്രങ്ങൾ, മൊന്ത പോലത്തതും മുരുട പോലത്തതും പിന്നെ അല്ലാത്ത കുറേ പാത്രങ്ങളുണ്ട് ഇവർക്ക്. അപ്പം ആ പാത്രങ്ങളെല്ലാം എടുത്തിട്ട് എല്ലാം നന്നായിട്ട് തേച്ച് മിനുക്കി നല്ല സ്വർണം പോലെ തിളങ്ങും. അതുകൂടാതെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ നല്ല വെട്ടി തിളങ്ങുന്ന വിധത്തിൽ കഴുകിയിട്ട് എല്ലാം വെയിലത്ത് വെച്ച് ഉണക്കി. അപ്പോൾ ഈ ദിവാളി ആവുന്ന സമയത്ത് ഇവിടെ എല്ലാം കാണുന്ന കാഴ്ചകൾ വെച്ചാൽ എല്ലാവരും ക്ലീനിങ് പരിപാടികളാണ്. വീട് പെയിൻറ്റ് ചെയ്യുക, വീടിൻ്റെ മുക്കും മൂലയടക്കം എല്ലാം അടിച്ചു വാരി വേണ്ടാത്ത കച്ചറകളും സാധനങ്ങളൊക്കെ കൊടുത്ത് ബാക്കിയുള്ള സ്ഥലം നീറ്റാക്കി, വീടിന് പുറത്തുള്ള സ്ഥലമാണെങ്കിലും മുറ്റായാലും ഗാർഡനായാലും ഒക്കെ വളരെ വളരെ വൃത്തിയാക്കി ഈ പാത്രങ്ങളെല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കിയൊക്കെ ചെയ്തിട്ട് ദിവാളി ചെയ്യും. അതുപോലെ ദിവാളിക്ക് കുറച്ച് പലഹാരങ്ങൾ, നമ്മൾ ഓണത്തിന് ഇപ്പം പായസം വെക്കുക അല്ലെങ്കിൽ സദ്യ ആണല്ലോ, അപ്പോൾ അവിയൽ, പച്ചടി, കിച്ചടി, സാമ്പാർ, അങ്ങനെ നമുക്ക് സ്ഥിരം ഐറ്റംസ് ഉണ്ടല്ലോ ഈ സദ്യക്ക്. അതുപോലെ ഇവർക്ക് കരിഞ്ച അതുപോലത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇങ്ങനെ ഒരു അട പോലത്തെ സാധനത്തിൻ്റെ ഉള്ളിൽ ഈ പഞ്ചസാരയും, ചിലർ അവലായിരിക്കും, ചിലർ റവയായിരിക്കും, അതൊക്കെ നിറച്ചിട്ടുള്ള ഒരു പലഹാരമാണ് കരിഞ്ച എന്ന് പറയുന്നത്. അതുപോലത്തെ ഒരു 4-5 കൂട്ടം പലഹാരങ്ങളുണ്ട്. അത് എല്ലാവരും ഉണ്ടാക്കും. ഈ വീട്ടിലുണ്ടാക്കുന്നു, അപ്പുറത്തെ വീട്ടിലുണ്ടാക്കുന്നു, അതിൻ്റെ അപ്പുറത്തെ വീട്ടിലുണ്ടാക്കുന്നു, ഒക്കെ ഇത് തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും ഈ സാധനങ്ങൾ. ഇവരുടെ വീട്ടിലുണ്ടാക്കിയ ഈ 4 കൂട്ടം അവരുടെ വീട്ടിൽ കൊടുക്കും, അവരുടെ വീട്ടിലെ 4 കൂട്ടം ഇവരുടെ വീട്ടിൽ കൊടുക്കും. എല്ലാവരും സെയിം സാധനം തന്നെയാണെങ്കിലും ചില ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകുമല്ലോ. അപ്പം അങ്ങനെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ ഏകദേശം ഒരു ദിവാളീൻ്റെ 3-4 ദിവസം മുമ്പേ ഇവർ വീട്ടിന് മുമ്പിൽ കളം വരക്കൽ, ഈ രംഗോളി കൊണ്ട് വളരെ മനോഹരമായിട്ട്, അവർക്കൊക്കെ പ്രത്യേകിച്ചൊരു കഴിവ് തന്നെ ഉണ്ട് അത് വരക്കാൻ. കൈ കൊണ്ട് നുള്ളിയെടുത്തിട്ട് തന്നെയാണ് അവർ വരക്കുന്നതെങ്കിലും അത് നല്ല ഭംഗിയുള്ള കളം വരക്കൽ. പിന്നെ ലൈറ്റിങ്, വീട് മുഴുവൻ ലൈറ്റിൽ മുങ്ങും. ഇപ്പം മാർക്കറ്റിൽ ഇഷ്ടം പോലെ പല ടൈപ്പ് ഓഫ് ഇത് വാങ്ങാനുണ്ട്, ലൈറ്റിങ്സ് വാങ്ങാനും കിട്ടും. അത് വാങ്ങി വീട് മുഴുവനായിട്ട് അവർ ആ വീടിൻ്റെ ബിൽഡിങ് മുഴുവൻ ഇങ്ങനെ മൂടിയതുപോലെ തൂങ്ങി നിറച്ച് നിൽക്കുന്ന വിധത്തിൽ ലൈറ്റിങ് അറേഞ്ച് ചെയ്യുക. അതുപോലെ പിന്നെ ദിവാളിയുടെ അടുത്ത്, ദിവാളിൻ്റെ ദിവസവും അതിൻ്റെ തലേന്നും അതിൻ്റെ പിറ്റേന്നൊക്കെ ആയിട്ട് ചെറിയ
മൺപാത്രങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അത് മൺപാത്രം അല്ലാതെ തന്നെ ചെറിയ ചെറിയ പലതര ഫാഷനബിളായിട്ടുള്ള നല്ല നല്ല ചിരാത് എന്നൊക്കെ പറയും, അങ്ങനത്തെ പാത്രങ്ങളിൽ വിളക്ക് കത്തിച്ചിട്ട് വീടിന് ചുറ്റും മതിലിൻ്റെ മേലും വീടിൻ്റെ പടീൻ്റെ മേലും മുറ്റത്തുമൊക്കെ വെക്കുന്ന ഒരു അത് ശീലമല്ല, ഇവരുടെ ഒരു നിർബന്ധമാണത്. അപ്പോൾ അങ്ങനെ വെക്കും. അപ്പോൾ നമ്മളിവിടെ ദിവാളിക്ക് ഒക്കെ ഇവരുടെയൊക്കെ ആഘോഷം കണ്ടതിന് ശേഷമാണ് ദിവാളി ഇത്രയും വലിയ ആഘോഷമാണെന്ന് നമുക്ക് മനസ്സിലായതും. ഇപ്പോൾ വർഷങ്ങളായിട്ട് നമ്മളിവിടെ താമസിക്കുന്നതുകൊണ്ട് നമ്മളും ആ ദിവസം ആവുന്നതിന് മുമ്പേ, ഏകദേശം ഒരാഴ്ച മുമ്പേ തന്നെ ഞങ്ങളുടെയൊക്കെ വീട് ഈ പറഞ്ഞ പോലെ ഫുൾ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചു. ഇനിയിപ്പം നാളെയാണ് ദിവാളി. ഇന്ന് രാത്രിയും വൈകുന്നേരം ആകുമ്പം നാളത്തെ ദിവസം ഒക്കെ നമ്മളും ഈ വിളക്കുകളൊക്കെ കത്തിച്ച് വീടിന് ചുറ്റും വെക്കും. എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ടിട്ട് വിളക്ക് കത്തിച്ച് വെക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ ആ സ്ട്രീറ്റും എല്ലാ സ്ഥലങ്ങളും ലൈറ്റിൽ മുങ്ങിയിട്ടുണ്ടാവും. ഒരു പ്രത്യേക രസമുള്ളൊരു കാഴ്ചയാണ് ഈ ദിവാളി ടൈമിൽ ഈ ഇവിടെയൊക്കെ കാണാം. മഹാരാഷ്ട്രയൊക്കെ കാണണമെങ്കിൽ ഈ ഒരു ദിവാളി ടൈമിൽ വേണം വരാൻ. പുറത്തുനിന്നുള്ള ആരെങ്കിലുമൊക്കെ കാണാൻ വരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ വിമാനത്തിലൊക്കെ പോവുകയാണെങ്കിലും, അല്ലെങ്കിൽ കുറച്ച് ഹൈറ്റിൽ നിന്ന് ഇവിടുന്ന് ഡ്രോണിലൊക്കെ കാണുകയാണെങ്കിൽ അതൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയായിരിക്കും. എന്ന് വെച്ചാൽ അങ്ങ് വെളിച്ചം കൊണ്ട് മുങ്ങി നിൽക്കുന്ന ഒരു സിറ്റിയാണ് കാണാൻ പറ്റുക. അത് ഗ്രാമങ്ങളിലായാലും സിറ്റികളിലായാലും ഒക്കെ ഇപ്പം വലിയ വലിയ ബിൽഡിങ്സൊക്കെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ആ ബിൽഡിങ്ങുകളെല്ലാം എത്ര ഹൈറ്റുള്ള 10-20 നിലകളുള്ള ബിൽഡിംഗ് ആണെങ്കിൽ എല്ലാ ബിൽഡിങ്ങും ഈ പറഞ്ഞ പോലെ ലൈറ്റ് കൊണ്ട് അലങ്കൃതമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുക. അപ്പം നാളെ ദിവാളിയായി. അപ്പം ഞങ്ങൾ ഈ പറഞ്ഞ അലങ്കാരങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വീട് ക്ലീനിങ് കഴിഞ്ഞു. പിന്നെ മുറ്റത്ത് ചെടികൾ കാര്യങ്ങൾ എല്ലാം ക്ലീൻ ചെയ്ത്, നമുക്ക് അവരെ പോലെ അങ്ങനെ പാത്രങ്ങൾ തേച്ച് കഴുകണം ഇല്ല, എന്നാലും അതൊക്കെ ചെയ്ത് നമ്മൾ നാളത്തെ ദിവസം ഇപ്പം മധുരപലഹാരങ്ങളൊക്കെ നമ്മളും ഇപ്പം എല്ലാ ബേക്കറികളിലൊക്കെ ഒരുപാട് പല ടൈപ്പ് ഓഫ് മധുരപലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന് പ്രത്യേക പന്തൽ പോലെ കടേനെ മുമ്പോട്ട് കെട്ടി റോഡിലേക്ക് ആക്കിയിട്ട് അതിലൊക്കെ പാക്ക് ചെയ്തിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള പാക്കറ്റുകളായിട്ടും ചെറിയ കൊട്ട പോലത്തെ ആക്കിയിട്ട് അതിൽ തൂക്കി പിടിക്കാൻ പറ്റുന്ന വിധത്തിലൊക്കെ ആയിട്ട് ഒരുപാട് സ്വീറ്റ്സ് ഇവിടെയൊക്കെ അങ്ങനെ കടകളിലൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഈ ദിവാളി ആവുന്നതിന് ഒരു 5-8 ദിവസം മുമ്പൊക്കെ നമ്മളൊരാവശ്യമില്ലെങ്കിലും വെറുതെ വൈകുന്നേരമൊക്കെ പുറത്തിറങ്ങിയിട്ട് ഇതിൽ കൂടിയൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചാൽ നമുക്ക് ഭയങ്കര മനസ്സിന് സന്തോഷം കിട്ടുന്ന കാഴ്ചകളാണ് ഇവിടെ കാണാൻ പറ്റുക. നമ്മളുടെ ഞങ്ങളുടെ വീട്ടിൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് റോഡിലേക്ക് പോകുന്ന വഴിക്കൊക്കെ എല്ലാ വീടുകളും ആ അലങ്കാരങ്ങൾ കൊണ്ടങ്ങ് മുങ്ങിയൊക്കെ നമുക്ക് വളരെ ഭംഗിയുള്ള കാഴ്ചയാണ്. ഞാനിപ്പോൾ ടെറസിൻ്റെ മേലെ പോയ സമയത്ത് 2 ദിവസം മുമ്പേ ഞങ്ങളുടെ വീടിൻ്റെയും ചുറ്റുവട്ടത്തുള്ള നമ്മൾ മുമ്പിൽ അപ്പുറത്തുള്ള 2-3 വീടിൻ്റെയൊക്കെ ലൈറ്റിങ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിൽ ഒരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ താഴെ ഇടാം. അപ്പം കാണാത്തവർക്ക് കാണാമല്ലോ എങ്ങനെയായിരിക്കും ഈ ആഘോഷം എന്നുള്ളത്. അപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ ദിവാളി ആഘോഷം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എറണാകുളത്തും അതുപോലെയുള്ള സിറ്റികളിലും കോഴിക്കോടൊക്കെ തന്നെ ദിവാളി ആകുമ്പോൾ എല്ലാവരും വിളക്കുകളൊക്കെ കത്തിച്ച് ഇങ്ങനെ വെക്കുന്നുണ്ടെന്നോ ലൈറ്റിംഗ് കൊണ്ട് ആഘോഷം ഉണ്ടെന്നോ. അതുപോലെ പടക്കങ്ങളുടെ, നമ്മൾ വിഷുവിന് പടക്കം പൊട്ടിക്കില്ലേ നമ്മുടെ നാട്ടിലൊക്കെ, നിർത്താതെയുള്ള പടക്കം പൊട്ടലാണ് നാട്ടിലൊക്കെ നമ്മളെ വിഷുവിന്. അതിനേക്കാളും ഉള്ള പടക്കം പൊട്ടുന്ന ഒരു ആഘോഷമാണ് ഈ ഇവിടെ. ഏതൊക്കെ ടൈപ്പ് പടക്കങ്ങളും ഏതൊക്കെ ടൈപ്പ് ഇങ്ങനത്തെ എന്താ പറയുക വെടിമരുന്നിൻ്റെ പ്രയോഗങ്ങളാണ് ഇവിടെ. മാലപ്പടക്കം പോലെയും പിന്നെ ഓരോ വർഷങ്ങളിലും പുതിയ തരത്തിലുള്ള, ചിലത് കുറച്ച് മുമ്പോട്ട് കുറച്ചിങ്ങനെ പൊട്ടിയ പോലെ ആയിട്ട് പിന്നെ മേലെ പോയിട്ട് ആകാശത്തിൽ പല പല വർണ്ണങ്ങളിൽ പൊട്ടുന്ന പല സാധനങ്ങൾ, ചിലത് ഇങ്ങനെ പാമ്പിനെ പോലെ മേലോട്ട് പോകുന്നത്, അങ്ങനെ ഇവിടുന്ന് ചെറുതായിട്ട് ഇവിടുന്ന് തന്നെ പൊട്ടിത്തീരുന്നത്, നിലച്ചക്രം, പൂക്കുറ്റി, പടക്കം, ഇതൊക്കെ പണ്ട് മുതലുള്ള സാധനങ്ങൾ. അതുകൂടാതെ ഇപ്പം പല പുതിയ ഐറ്റംസും മാർക്കറ്റിൽ ലഭ്യമാണ്. പിന്നെ ഈ സമയത്തൊക്കെ കടകൾ റോഡ് സൈഡിലൊക്കെ പടക്കത്തിന് വേണ്ടിയുള്ള സ്റ്റോളുകൾ തന്നെ ഇതിനായിട്ട് കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എത്ര കടകളെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും കടകളുണ്ട്, അത്രയും ആൾക്കാർ വാങ്ങാനുമുണ്ട്. പിന്നെ ഇവരൊക്കെ അവർക്കൊക്കെ കൃത്യമായൊരു സമയമുണ്ട് പടക്കം പൊട്ടിക്കുന്നതിന്. ദിവാളിൻ്റെ ദിവസം സന്ധ്യ കഴിഞ്ഞാൽ ഒരു 7-7:30 ടൈം വരെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് പടക്കം പൊട്ടിക്കാൻ. അല്ലാണ്ട് വെറുതെ അങ്ങനെ പൊട്ടിക്കല്ല. സന്ധ്യ കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലുള്ളവരെല്ലാവരും ഏറ്റവും മനോഹരമായി അണിഞ്ഞൊരുങ്ങിയിട്ട്, നമുക്ക് എത്രത്തോളം ഒരു കല്യാണത്തിന് ഒരുങ്ങുന്നതിനേക്കാളും ഭംഗിയായിട്ട് എത്രത്തോളം മനോഹരം. എല്ലാവരും പുതിയ ഡ്രസ്സുകൾ നിർബന്ധമാണ്, എല്ലാവരും വാങ്ങും. എത്ര പാവപ്പെട്ടവരാണെങ്കിലും എല്ലാവരും ഡ്രസ്സ് വാങ്ങും. അപ്പം എല്ലാവരും അണിഞ്ഞൊരുങ്ങി. ഇവിടെയുള്ളവർക്കൊക്കെ ഇങ്ങനെ മൂക്കത്ത് ഇങ്ങോട്ട് തൂങ്ങി നിൽക്കുന്ന പോലത്തെ വലിയ ടൈപ്പ് മൂക്കത്തിയുണ്ട്, മഹാരാഷ്ട്രൻ സ്റ്റൈലിലുള്ള. അങ്ങനെയുള്ള മൂക്കുത്തികളും ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് തലയിൽ നിറയെ പൂ വെച്ച് നല്ല പട്ടുസാരിയൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങിയിട്ട് എവിടെയും പോകുന്നുണ്ടാവില്ല. വീട്ടിനുള്ളിൽ നിന്ന് പൂജ ചെയ്തിട്ട് വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നിട്ട് ഈ പടക്കം പൊട്ടിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഇത്രയൊക്കെ അണിഞ്ഞൊരുങ്ങുന്നത് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, അവരത് ചെയ്യും. അവർക്കതൊരു എന്താ പറയുക, ഒരു ആചാരമാണത്. അപ്പോൾ അവർ എല്ലാ വീട്ടിൽ നിന്നും എല്ലാവരും ആ സമയമാകുമ്പോൾ അതിനൊരു മുഹൂർത്തം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 7-7:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആ മുഹൂർത്തത്തിൽ അവർ പൂജകളെല്ലാം കഴിഞ്ഞിട്ട് ഓരോ വീട്ടിൽ നിന്നായിട്ട് ഓരോ ആൾക്കാരും ഫുള്ളായിട്ടും വീട്ടിലെ അച്ഛനും അമ്മയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടി മുറ്റത്തേക്ക് ഇറങ്ങി. ഇവിടെയൊക്കെ പിന്നെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് റോഡിലേക്കാണ് ഇറങ്ങി നിന്നിട്ട് റോഡിൻ്റെ മേലെ പിന്നെ ഒരു പടക്കത്തിൻ്റെ ഒരു
മഴയാണെന്ന് തന്നെ പറയാം. ആ സമയത്ത് വാഹനങ്ങളൊക്കെ അതിൽ ഓടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ റിസ്ക്കും കൂടിയാണ്. പക്ഷേ അവർ പൊട്ടിക്കും. അപ്പോൾ നമുക്ക് ടെറസിൻ്റെ മേലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ ഇത്തരം കാഴ്ചകൾ കാണാൻ ഭയങ്കര രസമുള്ള. ആ സമയത്ത് ഇവിടെ ചുറ്റുവട്ടത്തും അങ്ങോട്ടും ഞങ്ങൾ മേലെ കയറി നിൽക്കുകയാണെങ്കിൽ ചുറ്റും എല്ലാ സ്ഥലത്തും ആ കുറച്ച് നേരത്തേക്ക് ഒരു 1, 2, 3 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് ചെവി വെക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പടക്കം പൊട്ടിക്കലിൻ്റെ ഒരു ബഹളമാണ് ഈ സമയത്ത് നടക്കുക. അതൊക്കെ ഭയങ്കര രസകരമായൊരു കാഴ്ചയാണ്. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങളുടെ കുട്ടികളൊക്കെ ചെറിയ ഇതായ സമയത്ത് ഞങ്ങളും ചെറിയ ടൈപ്പ് പടക്കങ്ങളും കമ്പിത്തിരി പിന്നെ നിലച്ചക്രം പൂക്കുറ്റി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങളും വാങ്ങുമായിരുന്നു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പം മക്കൾ തന്നെ ഞങ്ങളോട് പറഞ്ഞു വാങ്ങണ്ട, ഇനി നമുക്ക് മറ്റുള്ളവരൊക്കെ കാണാം എന്നല്ലാതെ എന്തിനാണ് വെറുതെ ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് കുറേ പുകയും കുറേ ശബ്ദവും അങ്ങനെ പൊല്യൂഷനായിട്ടും പിന്നെ കുട്ടികൾ കുറച്ച് വളർന്നപ്പോൾ അവർക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അങ്ങനത്തെ ക്രാക്കേഴ്സ് ആയിട്ടുള്ള പടക്കങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വാങ്ങാറില്ല. ഈ ലൈറ്റിംഗ് ഐറ്റംസ് എല്ലാം ചെയ്യും വീട്ടിന്. പിന്നെ മധുരപലഹാരങ്ങളൊക്കെ വാങ്ങും. ഈ കാഴ്ചകളെല്ലാം കണ്ട് രസിക്കും എന്നല്ലാതെ നമ്മൾ പടക്കം പൊട്ടിക്കുന്ന പരിപാടിയില്ല. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ വീട്ടിൽ ബബ്ലു എന്ന നായ്ക്കുട്ടി ഉള്ളതുകൊണ്ട് അവന് ഇങ്ങനത്തെ ശബ്ദങ്ങൾ കേൾക്കുമ്പം പുകയൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒട്ടും ചെയ്യാറില്ല. 4 വർഷത്തോളമായിട്ട് തീരെ ചെയ്യാറില്ല അങ്ങനത്തെ ഇതും. ആ പുറത്തുള്ള പടക്കം പൊട്ടുന്ന ശബ്ദം തന്നെ അവന് പേടിയും. അവൻ കട്ടിനടിയിലൊക്കെ പോയി ഒളിച്ച് നിൽക്കുകയും പേടിച്ച് പോവുകയൊക്കെ ചെയ്യും. അത് എല്ലാ മൃഗങ്ങൾക്കുള്ള ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ വല്ലാതെ അവർക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദീപാവലി ടൈമാണ് ഈ ഞാൻ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ദീപാവലി ആഘോഷങ്ങളൊക്കെ വൈകുന്നേരം കാണുക എന്നുള്ളത് ഏറ്റവും മനസ്സിന് സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. ഇപ്പം നാളത്തെ ദിവസം ദീപാവലിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ദീപാവലി.